പിണറായിയുടെ ഭരണത്തിന് കീഴിൽ പിണറായിയുടെ ദേവസ്വം മന്ത്രി, പിണറായിയുടെ ദേവസ്വം ബോർഡ്, ആ പിണറായിയുടെ ഉദ്യോഗസ്ഥര് ഇവർ നടത്തിയ കൊള്ളക്ക് പിണറായി ധാർമ്മികമായ ഉത്തരവാദിത്തമില്ലേ പിണറായിക്ക്? പിണറായി അറിയാതിരിക്കുക എങ്കിൽ എല്ലാവരും പൊട്ടന്മാരായിരിക്കണം. ഇടതുപക്ഷ മന്ത്രിസഭയിലെ ഈ കാരണഭൂതം തൊട്ട് താഴോട്ടുള്ള എല്ലാവരും മഹാപൊട്ടന്മാരാണ് എങ്കിൽ ഇതൊക്കെ സംഭവിക്കും. ഇവര് പറഞ്ഞ പോലെ കോൺഗ്രസ്സുകാര് തന്ത്രി എല്ലാം കൊള്ള നടത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒക്കെ പൊട്ടന്മാരാണല്ലോ, കണ്ണുപൊട്ടന്മാരാണ്, ബധിരരാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നടക്കുന്നു വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ലല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോ ഇവർക്ക് തെളിയിക്കണം, പിണറായിക്ക് തെളിയിക്കണം, ഇതില് ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സഖാക്കന്മാർക്ക് പങ്കില്ല. അകത്ത് കിടക്കുന്ന പത്മകുമാറിനും വാസുവിനും പിന്നെന്താ പറയാ പാർട്ടിയുമായി ബന്ധപ്പെട്ട വേറെയും കുറെ ആൾക്കാരുണ്ടല്ലോ, ഇവർക്കൊന്നും ബന്ധമില്ല. ഇതാകെ ചെയ്തത് രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥരും പോറ്റിയും തന്ത്രിയും കൂടി ചേർന്ന് നടന്ന ഒരു ഇടപാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കെട്ടിപ്പൂട്ടി വെക്കണം. അതിനുള്ള പരിപാടിയാണ് ഇത് എന്നാണ് എന്റെ ബലമായ സംശയം കേട്ടോ. പക്ഷേ അതുകൊണ്ടൊന്നും നിൽക്കില്ല. കാരണം ഇ ഡി അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഇ ഡിയുടെ അന്വേഷണം തീർച്ചയായും കടകംപള്ളിയിലേക്ക് എത്തും. കടകംപള്ളി പിടിയിലാകും. പക്ഷേ കടകംപള്ളിയെ രക്ഷിക്കാൻ കടകംപള്ളിയുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. കടകംപള്ളി പിടിയിലായി കഴിഞ്ഞാൽ അതോടുകൂടി CPM തീർന്നു. കടകംപള്ളി പിടിയിലായി കഴിഞ്ഞാൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ CPMന്റെ മന്ത്രി അകത്ത് എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? പിന്നെ അതിൽ അങ്ങേപ്പുറത്തേക്ക് പറയാനില്ലല്ലോ. അതുകൊണ്ടാണ് കടകംപള്ളിയെ പിടിക്കാതിരിക്കുന്നത് കേട്ടോ. അതേസമയം ED പിന്നാലെ CBI വരുന്നുണ്ട്. പിണറായി വിജയനൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല കേട്ടോ. കാരണം അയ്യപ്പനോടാണ് കളി. നിങ്ങൾ വേറെ എവിടെയെങ്കിലും കട്ടുമുടിച്ചോ, പക്ഷേ ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ മുതല് കട്ടാലുണ്ടല്ലോ അയ്യപ്പന്റെ ശക്തി നിങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾ ഈ കേസ് പൂട്ടിക്കെട്ടി നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചേക്കാം. പക്ഷേ അതിന് പിന്നാലെ അയ്യപ്പന്റെ അനുഗ്രഹത്തോടെ വരുന്നു EDയും CBIയും ഒക്കെ. അപ്പൊ ആ രീതിയിലുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. പിന്നെ മറ്റൊന്ന്, വാസവൻ ഇപ്പം മിണ്ടുന്നില്ല. വാസവൻ ആകെ ഇളിഞ്ഞ ചിരിയുമായി നടക്കുകയാണ് കേട്ടോ. നേരത്തെ എന്തായിരുന്നു ഈ കേസിന്റെ ഉത്ഭവകാലത്തൊക്കെ ഇതൊക്കെ പത്രക്കാര് മാധ്യമപ്രവർത്തകര് കെട്ടിച്ചമച്ച കഥകളാണെന്നും പറഞ്ഞിട്ട് വിട്ടിച്ചിരിച്ചിരുന്ന വാസവനൊന്നും ഇപ്പം ആകെ ഇങ്ങനെ വിറങ്ങലിച്ചിരിക്കുകയാണ്. കാരണം യഥാർത്ഥത്തിലുള്ള അന്വേഷണം നടന്നു കഴിഞ്ഞാൽ വാസവനും പിടിയിലാകും. കാരണം 2025 എങ്ങനെയാണോ 2019 ഈ ഒരു സ്വർണ്ണക്കൊള്ള നടന്നത്, അതേ തരത്തിലുള്ള കൊള്ള തന്നെയാണ് 2025 നടന്നത്. അതായത് 2019 പൂശിയ, അതായത് 20 വർഷത്തെ ഗ്യാരണ്ടിയുള്ള പൂശിയ ഒരു സംഭവം ഒരു 5 വർഷത്തിനുള്ളിൽ വീണ്ടും ഇത് കൊണ്ടുപോവുകയാണ്. ഒന്ന് ആരെങ്കിലും ഇടക്കിടക്ക് പൂശൽ, ഈ പൂശാൻ വിദഗ്ധരാണ് ഈ വാസവനൊക്കെ. പൂശ എന്നുള്ളതിന് വേറെ പല അർത്ഥങ്ങളുണ്ട് കേട്ടോ, പല നാടുകളിലും. ഞാൻ അതൊന്നല്ല ഉദ്ദേശിച്ചത്, നീ അതും കൊണ്ടുവരണ്ട. അപ്പോൾ ഈ സ്വർണ്ണപ്പാളികൾ യഥാർത്ഥം ഈ 19 പൂശി വിചാരിക്കുക. 19 പൂശിയാൽ ഒരു 2039 വരെ അതിന് ഗ്യാരണ്ടി ഉണ്ട്. അതിന് പകരം 25 വീണ്ടും പൂശാൻ കൊണ്ടുപോവുകയാണ്. ആ പൂശാൻ കൊണ്ടുപോകുന്നത് ആരറിയിക്കുന്നില്ല? ഈ ഹൈക്കോടതി നിയമിച്ച സ്പെഷ്യൽ ഓഫീസർ അറിയിക്കുന്നില്ല. ഈ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഓഫീസറുടെ കണ്ണു വെട്ടിച്ചിട്ടാണ് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് വളരെ വളരെ എന്താ പറയാ കൃത്യതയോടെ ദേവസ്വം മാനുവലിൽ നിഷ്കർഷിച്ചിട്ടുണ്ട്. അപ്പോൾ വാസവൻ എന്ന് പറയുന്ന മന്ത്രി, PS പ്രസാദ് എന്ന് പറയുന്ന അക്കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഈ രണ്ടുപേരും പ്രതികളാണ്. കാരണം ഇവര് ദേവസ്വം മാനുവൽ അട്ടിമറിച്ചു, ഈ സംഭവങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയി. വീണ്ടും ഇത് കള്ളനായ ആരെ ഏൽപ്പിച്ചു? പോറ്റി ഏൽപ്പിച്ചു. 20 വർഷത്തെ ഗ്യാരണ്ടി നിലനിൽക്കവേ വീണ്ടും അതേ സ്ഥലത്ത് തന്നെ പോയിട്ട് അതിനുള്ള കൂലിയും അതിനുള്ള ചെലവൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ നിരന്തരം നടത്തിപ്പോരുന്ന കൊള്ള. അപ്പോൾ ഇതൊന്നും പുറത്താകരുത്. ഇപ്പൊ ഇനി പറയാം, തന്ത്രിയും അകത്തായല്ലോ. അപ്പൊ എന്താ പറയാ, തന്ത്രിയും ഇത് പുറത്ത് സാധാരണ ജനങ്ങൾ വിചാരിക്കോ ശബരിമലയിലെ തന്ത്രിയെ അറിയാതെ ഒന്നും നടക്കില്ലല്ലോ. അപ്പൊ തന്ത്രിയും പോറ്റിയും കുറച്ച് ഉദ്യോഗസ്ഥന്മാരും നടത്തിയ ഒരു കൊള്ളയാണ്. അതിന്റെ ഇടയിൽ ഈ ഡി മണിയെ നമ്മുടെ രമേശ് ചെന്നിത്തല പറഞ്ഞു ഇതൊരു രാജ്യാന്തര ആന്റിക് കള്ളക്കടത്താണ്. ഭഗവാന്റെ ഈ തിരുവാഭരണങ്ങളൊക്കെ പുറത്തേക്ക് അന്യരാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള സമ്പന്നന്മാർക്കിടയിൽ ആ രീതിയിലുള്ള വിശ്വാസികൾക്കിടയിൽ ഇത് വിൽപ്പന നടത്തിയാൽ 1000 കോടിക്ക് പുറത്തുള്ള ഒരു വൻ കൊള്ളയാണ് നടന്നത് എന്നൊക്കെ നമ്മുടെ രമേശ് ചെന്നിത്തലയെ വിവരം കൊടുത്ത ഒരു പ്രവാസി വ്യവസായിയും ഒക്കെ SITക്ക് മൊഴി കൊടുത്തതാണ് കേട്ടോ. അതിനെ തുടർന്നാണ് ഡി മണി എന്ന് പറയുന്ന ഒരു ചെന്നൈയിലുള്ള ഒരു ഇത്തരത്തിൽപ്പെട്ട ഇടപാടുകാരനെ ചോദ്യം ചെയ്യുന്നത്. അവസാനം ഡി മണിയെ വിട്ടയക്കുകയാണ്. എന്ന് പറഞ്ഞാൽ SIT ഇപ്പം പറഞ്ഞുകൊണ്ട് വരുന്നത് അത്തരത്തിൽപ്പെട്ട ഒരു ആന്റിക് കൊള്ളയും നടന്നിട്ടില്ല.
ആകെ നടന്നത് ഭഗവാന്റെ കുറച്ച് സ്വർണ്ണം ഉരുക്കിയും കണ്ട് പോറ്റിയും ഈ മറ്റേ ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരി എല്ലാം കൂടി ഭഗവാന്റെ കുറച്ച് സ്വർണ്ണം ഒന്ന് എന്ത് ചെയ്തു, തിരിമറി നടത്തി. അതിൽ ചെറിയ ജാഗ്രത കുറവൊക്കെ ദേവസ്വം ബോർഡ് ഉണ്ടായി, അത് നമുക്ക് മറക്കാം, അത് സാറില്ല. അപ്പൊ അതിനാകെ അത്രയേ ഉള്ളൂ. കുറച്ച് അന്നത്തെ ഇപ്പം ആണെങ്കിൽ സ്വർണത്തിന് അറിയാലോ, സ്വർണത്തിന്റെ വില ഈ പവന് 1 ലക്ഷമൊക്കെ കവിഞ്ഞു. അന്നത്തെ കാലത്ത് പവന് 10,000-15,000 രൂപയെ വിലയുള്ളൂ എന്ന് പറഞ്ഞാൽ ആകെ ചില്ലറ ലക്ഷങ്ങളുടെ, കോടികളുടെ അല്ല, ചില്ലറ ലക്ഷങ്ങളുടെ ഒരു ഇടപാട് അത്രയേ ഉള്ളൂ എന്ന രീതിയിൽ കേസ് കെട്ടിപ്പൂട്ടി വെക്കാനുള്ള ഒരു ശ്രമമാണ് എന്ന് സംശയിക്കപ്പെടുന്നു. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഈ തന്ത്രിയെ കുരുതി കൊടുക്കുന്നത് എന്നാണ് എന്റെ വിശ്വാസം. നിരപരാധി കുടുക്കാൻ ശ്രമം. താൻ നിരപരാധിയാണെന്ന് ജയിലിലേക്ക് കൊണ്ടുപോകും വഴി കണ്ഠര് രാജീവര് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കുടുക്കാൻ ശ്രമിക്കുകയാണോ എന്ന ചോദ്യത്തിന് ഉറപ്പായും എന്നായിരുന്നു തന്ത്രിയുടെ മറുപടി. കൂടുതലൊന്നും പറയാനില്ല എന്നും തന്ത്രി പറയുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം യഥാർത്ഥത്തിൽ തന്ത്രി ഇതിൽ ഇടപെട്ടിരുന്നോ. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ശബരിമല ഈ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട വാതിൽപ്പാളിയും ഈ കട്ടിളപ്പടിയും പിന്നെ എന്താ പറയാ ദ്വാരപാലക വിഗ്രഹങ്ങളും ഒക്കെ അത് സ്വർണം പൊതിയണോ, സ്വർണം പൂശണോ, എപ്പം പൂശണം തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കുന്ന യഥാർത്ഥത്തിൽ തന്ത്രിയല്ല, അത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിനാണ് ഇതിന്റെ കൈകാര്യ ചുമതല എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിനാണ്. ദേവസ്വം ബോർഡിനെ സർക്കാർ ചുമതലപ്പെടുത്തിയത് ദേവന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് അവരുടെ പരമമായ ചുമതല. അതാണ് അവര് നിർവഹിക്കാത്തതും ഈ കൊള്ളക്ക് കൂട്ടുന്നതും. തന്ത്രി എന്ന് പറയുന്നത് ആചാരപരമായ കാര്യങ്ങളാണ്. ആചാരപരമായ കാര്യങ്ങൾ നിർവഹിക്കേണ്ട ആളാണ് തന്ത്രി. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തന്ത്രി ഈ സ്വർണ്ണ ഉരുപ്പടികളൊക്കെ ഉണ്ടല്ലോ, അതായത് സ്വർണം പാളികൾ പൊതിഞ്ഞ ഈ ദ്വാരപാലക വിഗ്രഹങ്ങളും കട്ടിളപ്പാളിയും ഒക്കെ കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്ത്രിയുടെ ഒരു അനുജ്ഞ വാങ്ങണമെന്നുണ്ട്. അങ്ങനെയുണ്ട് തന്ത്രിയുടെ ഒരു അനുജ്ഞ എന്ന് പറഞ്ഞാൽ ദേവന്റെ ഒരു അനുവാദമാണ്. ഇത് എന്ന് പറയുന്നത് തന്ത്രിയും ദേവനും തമ്മിലുള്ള ഒരു ആത്മീയമായ അവരുടെ ഒരു സംഭാഷണമാണ്. അതായത് ദേവനോട് സമ്മതം ചോദിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സമ്മതം പോലും തന്ത്രി കൊടുത്തിട്ടില്ല. അതാണ് ഈ SIT ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത ഈ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, തന്ത്രി അനുജ്ഞ കൊടുത്തില്ല. അതായത് തന്ത്രി ദേവനോട് ഈ സമ്മതം ചോദിച്ചിട്ട് ദേവന് സമ്മതമാണ്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ദേവന് സമ്മതമാണ് എന്ന് തന്ത്രി എഴുതി കൊടുക്കണം. തന്ത്രി അങ്ങനെ എഴുതി കൊടുത്തിട്ടില്ല. അപ്പൊ ഇവിടെ SIT പറയുന്നത് എന്താന്ന് വെച്ചാൽ, തന്ത്രിക്ക് അറിയാമായിരുന്നു ഇതൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്, ഇത് തട്ടിപ്പ് നടത്താനാണ് അല്ലെങ്കിൽ കൊള്ള നടത്താനാണ് കൊണ്ടുപോകുന്നതെന്ന് തന്ത്രിക്ക് അറിയില്ലല്ലോ, അറിഞ്ഞോളണമെന്നില്ലല്ലോ. തന്ത്രിക്ക് എന്തായാലും ഒരു കാര്യം അറിയാം, ഇത് പൊളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതല്ല വാതിൽ പൊളിച്ചു കൊണ്ടുപോകുന്നുണ്ട്, വാതിൽ പാളിയിലെ ഈ പാളികൾ പൊളിച്ചു കൊണ്ടുപോകുന്നുണ്ട്, ദ്വാരപാലക വിഗ്രഹങ്ങളുടെ ഈ പുറത്തുള്ള പാളികൾ പൊളിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഒക്കെ തന്ത്രിക്കറിയാം. അത് ശരിയാണ്. പക്ഷേ ഇതിൽ തന്ത്രിയുടെ സമ്മതം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തന്ത്രിയാണ് ഇതിനൊക്കെ കാരണക്കാരൻ എന്ന് നമുക്ക് കരുതാൻ വയ്യ. കാരണം അതൊക്കെ ചെയ്യേണ്ടത്, അതിന്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന് തന്നെയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസ് നമുക്കറിയാലോ, കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഈ കേസന്വേഷണം ആകെ സ്തംഭിച്ചിരിക്കുകയായിരുന്നു. ഹൈക്കോടതി തന്നെ പറഞ്ഞു കേസന്വേഷണം സ്തംഭിച്ചിരിക്കുകയാണ്, നിങ്ങൾ ഉന്നതരിലേക്ക് പോകുന്നില്ല. പത്മകുമാറിന്റെ അറസ്റ്റോടെ അതിനുശേഷം കടകംപള്ളിയിലേക്ക് പോകുന്നില്ല. അക്കാലത്തെ ദേവസ്വം മന്ത്രി ആയിരുന്നല്ലോ. ദേവസ്വം മന്ത്രി അറിയാതെ എങ്ങനെയാണ് ആ മന്ത്രിയുടെ കീഴിലുള്ള ദേവസ്വം ബോർഡിലെ ഇത്രയും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത്? അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ദേവസ്വം മന്ത്രി പൊട്ടനായിരിക്കണം. അങ്ങനെയുള്ള ആളല്ലല്ലോ കടകംപള്ളി. അപ്പൊ കടകംപള്ളി അറിയാതെ ഈ സംഭവം ഒന്നും നടന്നിട്ടില്ല. ഇവിടെ ഇപ്പം ഈ തന്ത്രി അറസ്റ്റ് ചെയ്തത്, തന്ത്രിക്ക് ഇതിന്റെ ചുമതലയൊന്നുമില്ല. അതായത് ഇവിടുന്ന് ഈ പാളികളൊക്കെ ഇപ്പൊ ചോദിക്കുന്നത്, ഇതൊക്കെ പാളികളൊക്കെ കടത്തിക്കൊണ്ടുപോകുമ്പോൾ തന്ത്രി എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല എന്നാണ്. നല്ല ചോദ്യമാണ്. തന്ത്രി എന്തുകൊണ്ട് തന്ത്രി ആരുടെ പരാതിപ്പെടേണ്ടത്? തന്ത്രി പരാതിപ്പെടേണ്ടത് ദേവസ്വം ബോർഡിന്റെ അടുത്തല്ലേ? ദേവസ്വം ബോർഡ് തന്നെയാണ്. ഈ ദേവസ്വം ബോർഡിന്റെ ചുമതലയിലുണ്ടായിരുന്നവർ തന്നെയാണ്, അതായത് പ്രസിഡന്റ് തന്നെയാണ് ഇത് സ്വർണ്ണമൊന്നുമല്ല, ഇത് ചെമ്പാണെന്ന് എഴുതി മൂപ്പര് ഷൂ വരച്ചു കൊടുക്കുന്നത്. ഇത് സ്വർണ്ണമല്ല, ചെമ്പാണ് എന്ന് പറഞ്ഞിട്ട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് തന്നെ ഉത്തരവ് കൊടുക്കുകയാണ്. അപ്പം പിന്നെ തന്ത്രി ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനോട് പറയാണോ, അല്ല പ്രസിഡന്റ് ഇത് സ്വർണ്ണമാണ് എന്നൊക്കെ പറഞ്ഞ തന്ത്രിക്ക് എന്താ ആവശ്യം? തന്ത്രിക്ക് പറയാമായിരുന്നു. പക്ഷെ പറഞ്ഞില്ലെങ്കിൽ തന്ത്രിയെ പിടിച്ചുകൊണ്ടാൻ പറ്റുമോ? തന്ത്രിയുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം എന്നൊന്നും ഇവിടെ നോക്കണം. നിയമപരമായി
നിയമപരമായി തന്ത്രിയുടെ ഉത്തരവാദിത്വമാണോ? അല്ല. നിയമപരമായി ഇത് തന്ത്രിയുടെ ഉത്തരവാദിത്വമല്ല ഇവിടുന്ന് അളക്കിക്കൊണ്ടുപോകുന്നു പറയുന്നത്. പക്ഷെ നിയമപരമായി ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അതിൻ്റെ ഉള്ളിലുണ്ട്. ഹൈക്കോടതിയുടെ ഒരു സ്പെഷ്യൽ ഓഫീസർ അവിടെ ഉണ്ട്, വിജിലൻസിന്റെ മേധാവികളുണ്ട്. അപ്പൊ വിജിലൻസ് സംഘവും ഈ ഹൈക്കോടതി നിയമിച്ച ഈ സ്പെഷ്യൽ ഓഫീസറും ഇവരൊന്നും പരാതിപ്പെട്ടിട്ടില്ല. ഇവരൊന്നും ഇതുവരെ അറസ്റ്റിലായിട്ടില്ല. തന്ത്രിയെ പിടിച്ച് അറസ്റ്റിലാക്കുന്നു. അപ്പൊ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കേസ് പൂട്ടിക്കെട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതാ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ശബരിമലയിലെ ഈ സ്വർണ്ണ കൊള്ളയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്ര ഭീകരമായ പരാജയം ഇടതുപക്ഷത്തിന് സംഭവിച്ചത് എന്ന് ഇക്കഴിഞ്ഞ ദിവസം ചേർന്ന, അതായത് ഇന്നലെ ചേർന്ന എൽ ഡി എഫിന്റെ ഈ യോഗം അല്ലെ, എൽ ഡി എഫിന്റെ യോഗത്തില് ഘടകകക്ഷികൾ മുഴുവൻ പറഞ്ഞു. CPI-യും തുടങ്ങിയ ഘടകകക്ഷികളൊക്കെ പറഞ്ഞു ഇത്ര ഭീകരമായ തോൽവിക്ക് കാരണം ശബരിമല കൊള്ളയാണ്. പക്ഷെ മുഖ്യമന്ത്രി സമ്മതിക്കുന്നില്ല, പിണറായി സമ്മതിക്കുന്നില്ല. പിണറായി പറയുന്നു അല്ല എന്ന് പറയുന്നു. എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി ശ്രമിച്ചു കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 110 വാങ്ങുമെന്നൊക്കെയാണ് പിണറായി പറയുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഘടകകക്ഷികൾക്ക് ബോധ്യമായി ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ്. പിണറായിക്കും ബോധ്യമാവാതെ ഒന്നുമില്ല കേട്ടോ. പിണറായിക്കും ബോധ്യമാവാതെ ഒന്നും, പക്ഷെ പിണറായി പറയില്ല. പിണറായി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താണ്? പിണറായിയുടെ വീഴ്ച എന്നാണ്. എല്ലാവർക്കും നമസ്കാരം. വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ പത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് വാർത്തകൾ കൊടുത്തത് എന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ചും തന്ത്രി അറസ്റ്റിലായ സംഭവമാണല്ലോ എല്ലാ പത്രങ്ങളുടെയും മെയിൻ. അതാണ് അത് സംബന്ധിച്ചുള്ള വാർത്തകൾ. മലയാള മനോരമയുടെ തലക്കെട്ട് ശബരിമല സ്വർണ്ണക്കൊള്ള 11ാം അറസ്റ്റ് തന്ത്രിയും എന്നാണ്. വലിയ തലക്കെട്ട്, തന്ത്രിയും. അറസ്റ്റിലായത് തന്ത്രി കണ്ഠര് രാജീവര് ആചാര ലംഘനത്തിന് കൂട്ടുനിന്നു എന്നും ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നും SIT പറയുന്നു. 13ാം പ്രതിയാണ്. റിമാൻഡ് ചെയ്ത് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. മലയാള മനോരമയിൽ ഒരു വലിയ ബോക്സില് പോറ്റിയിൽ തുടങ്ങിയ അറസ്റ്റ് പരമ്പര, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇതുവരെ അറസ്റ്റിലായവർ, കുറ്റം ബ്രാക്കറ്റിൽ അറസ്റ്റിലായ തീയതി എന്ന് പറഞ്ഞാൽ വളരെ വിശദമായി ഇതുവരെ അറസ്റ്റിലായ മുഴുവൻ ആൾക്കാരുടെയും ഫോട്ടോ സഹിതം എന്നാണ് അറസ്റ്റിലായത് എന്ന്, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ചുള്ള ഒരു വളരെ ബ്രീഫായ വിവരങ്ങളാണ്, വളരെ ആധികാരികമായ വിവരങ്ങളാണ് മലയാള മനോരമ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തത്. അതിൽ തന്ത്രി പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും മലയാള മനോരമ ഇങ്ങനെയാണ് ഈ വാർത്ത കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് മാതൃഭൂമി ഏതാണ്ട് അതേപോലെ തന്നെ വലിയ ഫോട്ടോ കൊടുത്തിട്ട് പോറ്റി തന്ത്രി കുടുങ്ങി എന്നാണ് പറയുന്നത്. പോറ്റി തന്ത്രി കുടുങ്ങി. ശബരിമല സ്വർണ്ണക്കൊള്ള റിമാൻഡിൽ എന്നാണ് വലിയ തലക്കെട്ട്. തന്ത്രി കണ്ഠര് രാജീവരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങൾ എന്ന് പറയുന്നു. ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്ന് പറയുന്നു. ആചാര ലംഘനത്തിന് ഒത്താശ ചെയ്തു എന്ന് പറയുന്നു. താന്ത്രിക നടപടികൾ പാലിച്ചില്ല എന്നും പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഈ അറസ്റ്റിലായ തന്ത്രിക്ക് മുന്നേ അറസ്റ്റിലായ 10 പേരുടെ പടങ്ങളും അവരുടെ പേരുകള്, അവരുടെ ചുമതല, ഇതൊക്കെ പ്രത്യേക ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് മാതൃഭൂമി. ഇനി മാധ്യമം അതേപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കണ്ഠര് രാജീവര് അറസ്റ്റിൽ, തന്ത്രിയും അകത്ത് എന്ന് പറയുന്നത് കേട്ടോ. പോറ്റിയെ കയറ്റിയതും ശക്തനാക്കിയതും തന്ത്രി എന്ന് SIT. 14 ദിവസത്തേക്ക് റിമാൻഡിൽ. കേരളകൗമുദി പറയുന്നത് ദൈവതുല്യനും അകത്ത് എന്നാണ്. ദൈവതുല്യനും അകത്ത്. കാരണം ഈ ദൈവതുല്യര് പത്മകുമാർ പറഞ്ഞിരുന്നല്ലോ, ദൈവതുല്യരായി കരുതിയിരുന്ന ആൾക്കാരൊക്കെ ഇതിന്റെ പിന്നിലുണ്ട് എന്ന്. അപ്പൊ ദൈവതുല്യനും അകത്ത്. സ്വർണ്ണക്കൊള്ളയിൽ പറഞ്ഞുകൊണ്ട് വരുന്ന മന്ത്രി ഇതാണ്. കാരണം മന്ത്രി അറിയാത്തതൊന്നും നടക്കില്ല എന്ന് നമ്മുടെ നാവിൻ തുമ്പത്തിരുന്ന് അയ്യപ്പൻ പറയുകയാണെന്നാണ് തോന്നുന്നത്. അപ്പൊ മന്ത്രി ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. മന്ത്രി ഇതിന്റെ പിന്നിലുണ്ട്, വളരെ കൃത്യമാണ്. അപ്പൊ സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠര് രാജീവര് 13ാം പ്രതി. കൊള്ളയ്ക്ക് തന്ത്രിയുടെ മൗനാനുവാദം, അടുത്തതാര് ഉടൻ അറിയാന്ന് പറയുന്നുണ്ട് കേട്ടോ. ദേശാഭിമാനിക്കാർ പറഞ്ഞിട്ട് അടുത്തതാര് ഉടൻ അറിയാം. ഈ വാർത്തയിൽ പറയുന്നത് തന്ത്രിയുടെ അറസ്റ്റോടെ സ്വർണ്ണക്കൊള്ള കേസിൽ അടുത്തത് ആര് എന്നത് ആകാംക്ഷ. ഉന്നതരായ ചിലർ ഇനിയും പിടിയിലാവാനുണ്ടെന്ന് SIT പറയുന്നു. നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനേക്കാളും വലിയ ഉന്നതര് ഞാൻ അറസ്റ്റിലാകുന്നത് കടകംപള്ളിയാണ്. കടകംപള്ളി കഴിഞ്ഞാൽ വാസവനാണ്. അതും കഴിഞ്ഞാൽ കാരണഭൂതമാണ്.
ഇതൊക്കെ നടക്കുമോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നടക്കാനൊരു സാധ്യതയില്ല. പക്ഷെ കേരളപതി പറയുന്നു അടുത്തതാര് ഉടൻ അറിയാമെന്നാണ് പറയുന്നത്. ഏതായാലും നോക്കാം നമുക്ക്. ഇ ഡിയും കേസെടുത്തു എന്നുള്ള വാർത്തയുമുണ്ട്.